ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രിയിൽ നടന്നൊരു സംഭാഷണമാണ്. അൻസിബയും ജിൻഡോയും ഋഷിയും ഇരുന്ന് സംസാരിക്കുന്ന വിഷയം നോറയെ കുറിച്ചാണ്. അതിനുപരി അവിടെ വരുന്ന ഒരു സംസാരമുണ്ട് അൻസിബയെ കുറിച്ച്. അൻസിബ കഴിഞ്ഞൊരു നോമിനേഷനിൽ നോറയും അൻസിബയും തമ്മിൽ കൺഫെഷൻ റൂമിൽ പോയി സംസാരിച്ച് നോറയെ സേവാക്കി അൻസിബ പ്രേക്ഷകരുടെ വിധിക്ക് വേണ്ടി പോയ സമയത്തുണ്ടായ ഒരു ചർച്ചയാണ്. നോറയ്ക്ക് അൻസിബ കൊടുത്ത ഒരു ഔദാര്യം എന്ന നിലയിൽ അവിടെ സംസാരിച്ചു. അപ്പോൾ തന്നെ ഋഷി പറയുന്നുണ്ടായിരുന്നു, ഇവൾ അതേ ചെയ്യത്തുള്ളായിരുന്നു, ഇവക്ക് അതേ അവൾ ചെയ്യത്തുള്ളൂ, അവൾ കൂടുതലായിട്ടൊന്നും വർത്തമാനം പറയത്തില്ല, നോറയെ കൂടെ കൊണ്ട് നോമിനേഷനിൽ ഇടേണ്ടതെന്ന് അവൾ ഇട്ടില്ല, ഞാനായിരുന്നു അത് ചെയ്തേന് എന്ന രീതിയിൽ വർത്തമാനം പോയി. എന്നാൽ ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്താ വിചാരിച്ചിരിക്കുന്നേ, അൻസിബയ്ക്ക് കാഞ്ഞ ബുദ്ധിയാണ്. അൻസിബ അവളെ കൊണ്ട് പറയിക്കേണ്ട കാര്യങ്ങളെല്ലാം അവിടെ പറയിച്ചിട്ടുണ്ട്, അവിടെ മനസ്സിലിരിപ്പെല്ലാം അറിയിച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം അവൾ പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം അവൾ പറഞ്ഞു ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നോമിനേഷനിൽ പോയതാണ്, ഡയറക്റ്റായിട്ട് പോയതാണ്. അത് അവൾക്ക് ഹെൽപ്പ് ചെയ്യാതെ ചെയ്യത്തുള്ളൂ എന്ന് ജിൻഡോ പറയുകയും അത് പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് ഋഷി അവിടുന്ന് പോകുന്നുണ്ട്. ഋഷി പോയതിന് ശേഷം അൻസിബയോട് ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ടോപ്പ് 5 ഉണ്ടാവും, ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, നീ ടോപ്പ് 5 ഉണ്ടാകും. അപ്പൊ അൻസിബ പറയുന്നുണ്ട് ഞാനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അൻസിബയോട് കൃത്യമായിട്ട് പറയുന്നു, നീ ടോപ്പ് 5 ഉണ്ടാവും. ഇന്നത്തെ എവിഷനിലൂടെ ഞാൻ നോക്കിയിരുന്നു, അതായത് ഇന്നലെ നടന്ന എവിഷൻ പ്രക്രിയയോടെ ഞാൻ നോക്കിയിരുന്നു. ആ എവിഷൻ പ്രക്രിയയും നീ പാസ് ആയതോടുകൂടി ഞാൻ ഉറപ്പിച്ചു നീ ടോപ്പ് 5 ഉണ്ടാവും എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. കാരണം അൻസിബയുടെ നിലപാടുകളും അൻസിബയുടെ ആ പ്രവൃത്തികളും ജിൻഡോയ്ക്ക് ഓൾറെഡി മനസ്സിലായി ഏത് രീതിയിലാണ് പോകുന്നതെന്നും ഈ അൻസിബയ്ക്ക് എത്രമാത്രം ഫാൻസ് കിട്ടുന്നുണ്ടെന്നും അത് കൃത്യമായി മനസ്സിലാക്കിയ ജിൻഡോ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, നീയും ടോപ്പ് 5 ഉണ്ടാവും എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. മുമ്പൊക്കെ ആണെങ്കിൽ അൻസിബയോട് ജിൻഡോ ഓരോ കാര്യം പറയുമ്പോഴും അത് അംഗീകരിക്കാനായിട്ട് അൻസിബ തയ്യാറായിരുന്നില്ല. വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ എത്തിയതിനു ശേഷം ഇപ്പോൾ ജിൻഡോ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ് അൻസിബ. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.